ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ എൻ്റെ ഒരു ഡെയിലി ലൈഫ് എങ്ങനെയാണെന്ന് കാണിക്കാൻ പോവുകയാണ് കേട്ടോ. അതായത് വർക്കിംഗ് ഡേ ആയിട്ടുള്ള ദിവസം എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നതും എങ്ങനെയാണ് പരിപാടികളെന്നൊക്കെയാണ് ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ രാവിലെ ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും എഴുന്നേക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെയാണ്. ഇന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് ഒരു അപ്പവും സ്റ്റൂ ആണ്, പിന്നെ ഉച്ചക്കത്തേക്കുള്ള മെനു ആണ് ഉള്ളത്. അപ്പോൾ ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്കും എഴുന്നേറ്റു. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റൂവിൻ്റെ പരിപാടികളൊക്കെ നോക്കിയായിരുന്നു. അപ്പോഴത്തേക്കും വൈഷു എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വൈഷു എഴുന്നേൽക്കുന്നതിന് മുമ്പ് മാക്സിമം പരിപാടികളൊക്കെ തീർക്കുക എന്നുള്ളതാണ് കേട്ടോ സാധാരണ നോക്കാറുള്ളത്. പക്ഷെ ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ ഇതൊക്കെ ചെയ്യുന്നത്, എനിക്ക് ഹെൽപ്പിന് വേറൊരാളും കൂടി ഉണ്ട്. അപ്പോൾ രാവിലെ എഴുന്നേറ്റൊരു ചായയൊക്കെ കുടിച്ച് പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ സ്റ്റൂവിൻ്റെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സാധനമാണ് കേട്ടോ. അതാണെങ്കിൽ വൈഷും ഈ പറഞ്ഞ പോലെ നല്ലോണം കഴിച്ചോളും. പിള്ളേരെ കഴിപ്പിക്കലാണല്ലോ ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള ടാസ്ക്. പിന്നെ എടുക്കുന്ന പാത്രങ്ങളും അതുപോലെ തന്നെ കിച്ചൺ ഫ്ലോറും എപ്പോഴും ക്ലീൻ ചെയ്തിടാറുണ്ട് കേട്ടോ. ക്ലീനായിട്ട് കിടക്കുന്നത് കാണുമ്പോഴത്തേക്കും നമുക്ക് ചെയ്യാനൊരു മോട്ടിവേഷൻ ഉണ്ടാവുമല്ലോ. അല്ലാതെ അഴുക്ക് പിടിച്ചൊക്കെ കിടക്കുമ്പോൾ നമുക്കൊരു മടിയായിരിക്കും പിന്നെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഇവിടെ 2 ദിവസത്തേക്കൊക്കെയാണ് കേട്ടോ അപ്പത്തിൻ്റെ മാവ് അരച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും വലിയ പാത്രത്തിനകത്ത് എടുത്ത് വയ്ക്കുന്നത്. അതാകുമ്പോഴത്തേക്ക് 2 ദിവസത്തേക്കുള്ള കാര്യങ്ങൾ നടക്കും. ഇതിങ്ങനെ അരച്ച് ഫ്രിഡ്ജിലേക്ക് വെച്ചേക്കും. അത് കഴിഞ്ഞിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്കും അപ്പം ഉണ്ടാക്കേണ്ട ദിവസം ഇത് ആദ്യമേ എടുത്ത് പുറത്ത് വയ്ക്കും. അങ്ങനെയാണ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എനിക്കൊരു കൊളാബ് വന്ന കാര്യം. അപ്പോൾ കൊളാബ് വന്ന പ്രോഡക്റ്റ് ലിറ്റിൽ റിച്വൽസിൻ്റെ ആണ് കേട്ടോ. കഴിഞ്ഞ ജനുവരി 10-ാം തീയതിയാണ് ഇവരെന്നെ ഇമെയിൽ വഴി അപ്രോച്ച് ചെയ്യുന്നത്. ഇവർക്കും ഇമെയിൽ കിട്ടിയത് യൂട്യൂബിൽ കൂടെയാണെന്ന് തോന്നുന്നു. പക്ഷെ കുറേ നാളത്തേക്ക് ആ ഇമെയിൽ ഞാൻ റീഡാക്കിയിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ആഴ്ചയാണ് ഇവരുടെ ഇമെയിൽ ഞാൻ കാണുന്നത്. അപ്പം ഞാൻ ഇവർക്ക് റിപ്ലൈ കൊടുത്തായിരുന്നു. അതിനുശേഷം ഇവരെന്നെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തു. അപ്പം ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 2 ആഴ്ച ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ട് അതിനുശേഷം മാത്രമേ ഞാൻ എൻ്റെ വീഡിയോയിൽ ഇത് പ്രൊമോട്ട് ചെയ്യുള്ളൂ എന്ന്. ഞാൻ ചാനൽ തുടങ്ങുമ്പോൾ എനിക്ക് ആ കാര്യം നിർബന്ധം ഉണ്ടായിരുന്നു കേട്ടോ. ഇനി അഥവാ എന്തെങ്കിലും പ്രൊമോഷൻസ് വരുവാണെങ്കിൽ തന്നെ എൻ്റെ അത്ര വലിയ ചാനലൊന്നും അല്ല കേട്ടോ. എന്നാലും എന്തെങ്കിലുമൊക്കെ പ്രൊമോഷൻസ് വരുവാണെങ്കിൽ അത് ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഉറപ്പാണെങ്കിൽ മാത്രമേ ഞാനത് പ്രൊമോട്ട് ചെയ്യുള്ളൂ എന്ന്. ഈ പറഞ്ഞ പോലെ ഇന്ന് ഞാൻ ഈ പ്രോഡക്റ്റ് ആദ്യമായിട്ട് യൂസ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇത് യൂസ് ചെയ്ത് നോക്കിയിട്ട് നല്ലതാണെങ്കിൽ ഒരു 15% ഡിസ്കൗണ്ട് കോഡ് എനിക്ക് ഷെയർ ചെയ്യാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാനിത് യൂസ് ചെയ്ത് നോക്കുന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞ പോലെ ഇതെൻ്റെ ഫസ്റ്റ് ഡേ ഓഫ് യൂസിങ് ദിസ് പ്രോഡക്റ്റാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ ഇപ്പോൾ ആ പ്രോഡക്റ്റ് കോഡില്ല. ഇനി അഥവാ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോഴത്തേക്കും ഞാനിത് യൂസ് ചെയ്തിട്ട് അവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് ആ പ്രോഡക്റ്റിൻ്റെ കോഡ് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ കോഡ് ഞാൻ കമൻ്റായിട്ട് പിൻ ചെയ്ത് വെച്ചേക്കാം. അത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 15% ഡിസ്കൗണ്ട് കിട്ടുമെന്നാണ് അവർ പറഞ്ഞത്. ഒരു ബിസിനസ് ലോങ് റണ്ണിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ ട്രസ്റ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് എനിക്കറിയാം. അതുപോലെ തന്നെയാണ് ഒരു ചാനലും. എൻ്റെ ചാനലിൻ്റെ ക്രെഡിബിലിറ്റീനെ അഫക്റ്റ് ചെയ്യുന്ന ഒന്നും ഞാൻ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പ്രൊമോഷൻ വന്നാലും ഞാൻ യൂസ് ചെയ്ത് നോക്കാതെ അല്ലെങ്കിൽ എനിക്ക് ഉറപ്പില്ലാത്തൊരു സാധനം ഞാൻ ആളുകളിലേക്ക് പാസ് ഓൺ ചെയ്യില്ല. അങ്ങനെ വൈഷു എഴുന്നേൽക്കുന്നതിന് മുമ്പ് വൈഷുവിൻ്റെ പാലൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രോഡക്റ്റ് എന്തൊക്കെയാണെന്ന് ഞാൻ പോയിരുന്നൊന്ന് വായിച്ചു നോക്കിയായിരുന്നു. എനിക്കൊരു 3 പ്രോഡക്റ്റാണ് അയച്ചു തന്നത്. ഒന്ന് ലിറ്റിൽ റിച്വൽസിൻ്റെ തന്നെ ഫേസ് വാഷ്, പിന്നെ സൺസ്ക്രീന്, പിന്നെ അതുപോലെ തന്നെ ഫേസ് ക്രീം. ഈ 3 പ്രോഡക്റ്റാണ് അവർ അയച്ചു തന്നത്. അപ്പോൾ ഉച്ചക്കത്തേക്ക് മട്ടനും മോര് കാച്ചിയതും പിന്നെ തോരനും ഒക്കെയാണ് കേട്ടോ ഇന്നത്തെ മെനു. അപ്പോൾ ഈ സമയത്ത് തന്നെ ആൻറ്റി എനിക്ക് ഉള്ളി അരിഞ്ഞും പിന്നെ അതുപോലെ തന്നെ ജിഞ്ചർ ഗാർലിക് എല്ലാം റെഡിയാക്കിയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ചെന്നിട്ട് മിക്സ് ചെയ്യൽ പിന്നെ അതുപോലെ തന്നെ മസാല ഇടൽ പിന്നെ എല്ലാം ഫൈനൽ ടച്ച് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. മട്ടനും ആൻറ്റി തന്നെ കഴുകി തന്നിട്ടുണ്ടായിരുന്നു. മസാലയും ഉപ്പും എല്ലാം കൈയളവാണ് കേട്ടോ. ഇത്ര ടേബിൾ സ്പൂൺ ഇത്ര ടീസ്പൂൺ എന്നൊന്നും ഞാൻ നോക്കാറില്ല.
ചുമ്മാ ഒരു കുടച്ചിലിന് എന്തോരം വരുന്നോ അത്രയും ഇടും. ഏകദേശം ഒരളവാണ്, അത് ശരിയാവാറുമുണ്ട്. അങ്ങനെ മട്ടൻ നല്ലോണം കുഴച്ചെടുത്ത് മിക്സ് ചെയ്ത് വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് നേരെ അടുപ്പത്തേക്ക് വെച്ചു. അപ്പോഴത്തേക്കും സമയം ഒരു 10:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈഷു എഴുന്നേറ്റ് വന്നു. അങ്ങനെ വൈഷുവിന് ടി വിയും വെച്ച് കൊടുത്തു, പാലൊക്കെ കൊടുത്തു. രാവിലെ എഴുന്നേറ്റ് ആ ഒരു ഉറക്കച്ചടവൊന്ന് മാറാൻ വേണ്ടി ഇച്ചിരി നേരം ടി വിയൊക്കെ കണ്ടുകൊണ്ടിരിക്കും കേട്ടോ. ഈ സമയത്താണെങ്കിൽ വൈഷുവിന് വലിയ സുമാറുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് ഉറങ്ങിക്കുത്തിയിരിക്കുന്നത് പോലെ ഇച്ചിരി ഇരിക്കുമായിരുന്നു. ആ സമയത്ത് തന്നെ ഞാൻ ഹസ്ബൻഡിനും ഫുഡ് എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വൈഷുവിനെ നേരെ കുളിപ്പിച്ച് ഫ്രഷ് ആക്കാനായിട്ട് കൊണ്ടുപോയി. വൈഷുവിന് 2 ദിവസം മുമ്പ് വയ്യായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ തല കുളിപ്പിച്ചില്ല. അപ്പോൾ ഈ ലിറ്റിൽ റിച്വൽസിൻ്റെ ഫേസ് ക്രീം അല്ല, ഫേസ് വാഷ് ഞാൻ യൂസ് ചെയ്ത് നോക്കി കേട്ടോ കുളിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കാനായിട്ട് കാര്യം. വൈഷുവിനെ കുളിപ്പിക്കുന്ന വീഡിയോ. എനിക്ക് തോന്നുന്നു കണ്ണെരിയുന്ന പ്രശ്നങ്ങൾ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഫേസ് ക്രീമിൻ്റെ ആയാലും അതുപോലെ തന്നെ സൺസ്ക്രീനിൻ്റെ ആയാലും മണമൊക്കെ നല്ല സ്മെല്ലായിരുന്നു. വലിയ കുത്തലില്ലാത്ത സ്മെല്ലായിരുന്നു. ഒരു ജാസ്മിൻ ടോണൊക്കെ ഉള്ളൊരു സ്മെല്ല്. എനിക്ക് പേഴ്സണലി ഇതുവരെ കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഞാനൊന്ന് യൂസ് ചെയ്ത് നോക്കിയിട്ട് അവരെ കോണ്ടാക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ വൈഷുവിനെയും കുളിപ്പിച്ച് ഫ്രഷാക്കി ഡ്രസ്സൊക്കെ ഇടിപ്പിച്ചു. വൈഷുവിന് സാധാരണ കുളിച്ച് റെഡിയായി ഡ്രസ്സൊക്കെ മാറിയിട്ട് ഒന്ന് പുറത്തു പോകുന്ന ശീലമുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഞാനാണെങ്കിൽ ലോഗിൻ ചെയ്യും. അപ്പോൾ അന്നേരം വൈഷുവിന് ഒരു എൻ്റർടൈൻമെൻറ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ആൻറ്റി വൈഷുവിനെ ഒന്ന് പുറത്ത് കൊണ്ടുപോയി കറക്കിയിട്ട് കൊണ്ടുവരും. പക്ഷേ കുറച്ച് നാളായിട്ട് ഞാനിത് വേണ്ടാന്ന് വെച്ചിരിക്കുകയായിരുന്നു. കാരണം പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും വൈഷുവിന് ടാൻ അടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇട്ട് നോക്കിയിട്ട് ഇത് നല്ലോണം വർക്കാവുന്നുണ്ടെങ്കിൽ പിന്നെ ആ ഒരു ടാനിൻ്റെ പ്രശ്നമില്ലല്ലോ. അപ്പോൾ അതും ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു ഈ പ്രോഡക്റ്റ് കിട്ടിയപ്പോഴത്തേക്കും. വൈഷുവിനെ കുളിപ്പിച്ചുള്ള ഡ്രസ്സൊക്കെ മാറ്റി കഴിഞ്ഞിട്ട് തിരിച്ച് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ മട്ടൻ്റെ പരിപാടികൾ നോക്കാൻ തുടങ്ങി. സവാളയും ഉള്ളിയും വേണ്ട കാര്യങ്ങളൊക്കെ ആൻറ്റി അറിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഫുള്ളായിട്ട് ആൻറ്റി ചെയ്താൽ ശരിയാവില്ല. കാരണം നമ്മുടെ ടേസ്റ്റ് അവരുടെ ടേസ്റ്റും കുറച്ച് ഡിഫറെൻ്റ് ആയത് കാരണം ഞാൻ തന്നെയായിരിക്കും പിന്നെ ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നത്. എന്നാലും ബാക്കിയുള്ള ഹെൽപ്പൊക്കെ ആൻറ്റി ചെയ്തു. അതിൻ്റെ ഇടയിൽ തേങ്ങാക്കൊത്ത് അരിഞ്ഞ് വെച്ചിരുന്ന കാര്യം ഞാൻ മറന്നുപോയി കേട്ടോ. പിന്നെ മസാലയൊക്കെ ഇട്ടതിന് ശേഷം ഏറ്റവും ലാസ്റ്റ് തേങ്ങാക്കൊത്ത് എടുത്തിട്ടു. അപ്പോഴത്തേക്ക് മട്ടനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതുമൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മൂടി വെച്ച് തിളപ്പിച്ചങ്ങെടുത്തു. ഇതിൻ്റെ ഇടയിൽ 11:30 ആയപ്പോൾ ഞാൻ പോയി ലോഗിൻ ചെയ്തായിരുന്നു കേട്ടോ. ആ സമയത്ത് എനിക്ക് കോളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ ബ്രേക്ക് എടുത്ത് വന്നിട്ടാണ് മട്ടൻ്റെ ബാക്കിയുള്ള പ്രിപ്പറേഷനും പിന്നെ വൈഷുവിനെ കുളിപ്പിക്കലും ഒക്കെ നടത്തിയത്. ശരിക്കും വർക്കുള്ള ദിവസങ്ങളിലെല്ലാം ഒരു ഓട്ടപ്പാച്ചിലാണ് കേട്ടോ. എന്നാലും ഒരു 12 മണി 1 മണിയോടുകൂടി എല്ലാ പണിയൊക്കെ തീർത്ത് പിന്നെ വർക്കിൽ മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കും. ഇത് വൈഷു എൻ്റെ അടുത്ത് വന്നിങ്ങനെ ഇരുന്ന ഒരു ഇതാണ് കേട്ടോ ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചത്. ഇനി വലുതാകുമ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ കാണിക്കാമല്ലോ. പിന്നെ വൈഷുവിൻ്റെ ബർത്ത്ഡേ ആകാറായതുകൊണ്ട് എൻ്റെ ബ്രദർ അയച്ചു തന്നൊരു ഗിഫ്റ്റാണ് കേട്ടോ ഇതൊരു ടെലസ്കോപ്പാണ്. പക്ഷേ ഇത് ഫിറ്റ് ചെയ്തൊക്കെ വെക്കാനായിട്ട് കുറച്ച് ടൈം എടുക്കുന്നതുകൊണ്ട് ഞാൻ ഒന്ന് വൈഷുവിനെ കാണിച്ചിട്ട് പിന്നെ തിരിച്ചെടുത്ത് വെച്ചു. എനിക്ക് ടൈം ഉണ്ടായിരുന്നില്ല ഫിറ്റ് ചെയ്തൊക്കെ കൊടുക്കാനായിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ബാക്ക് ടു വർക്കൊക്കെ പോയി. പിന്നെ ലഞ്ച് ടൈം ആയപ്പോഴത്തേക്കും ഞാൻ ഈ ഒരു വീഡിയോയും കൂടെ എടുത്തു വെച്ചു. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.